ഏസറിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതേമാതിരി തന്നെ ലിനോവൻ്റെ ഒരു നോർമൽ ലാപ്ടോപ്പാണ്. ഇത് രണ്ടും DC കണക്ടർ അഥവാ ചാർജിങ് റിലേറ്റഡ് ആണ് കംപ്ലൈൻറ്റ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ DC കണക്ടറിന് ഡാമേജ് ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സ്കോപ്പിൽ കൊടുക്കുന്ന സമയത്ത് മദർ ബോർഡ് കൊടുക്കുന്ന DCൻ്റെ കണക്ടറാണ്. അപ്പോൾ ഈ കണക്ടറിൻ്റെ അവിടെ ഈ കോപ്പറിൻ്റെ 2 പീസ് ഉണ്ട്. പീസ് മീൻസ് 2 സൈഡിലും ഫുള്ളായിട്ട് എന്ത് കവർ ചെയ്ത് നിൽക്കുന്ന കോപ്പറിൻ്റെ 2 പീസുകളാണ്. അപ്പോൾ ഈ പീസിൽ ഈ ഒരു പീസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റായിട്ടാണോ എന്തോ അറിയില്ല, അതിൻ്റെ കോട്ടിങ് പ്രശ്നം വന്നിട്ടുണ്ട്. കറക്റ്റ് ഒപ്പല്ല നിൽക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ 14 ആംപിയർ എടുക്കുന്നത്. അപ്പോൾ ആ ചെറിയ രീതിയിൽ ആർക്കിങ് എന്താണ് എന്നുണ്ടെങ്കിൽ ചെറിയ ബോർഡിൽ റിലേറ്റഡ് ചെറിയ ഇഷ്യൂ അയക്കണ്. അതേമാതിരി തന്നെ ഇത് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോയ്സ് ആണ് വരുന്നത്. അതിൽ ചെറിയ സൗണ്ട് ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ബോർഡിലെ ഇഷ്യൂ നമ്മൾ ചില സമയത്ത് സ്വിച്ചിങ് ആവും, ചില സമയത്ത് സ്വിച്ചിങ് ആവില്ല. റിലേറ്റഡ് തന്നെ വോൾട്ടേജ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ലോഡ് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ട്രിപ്പ് ആവും സാധനം. ഓക്കെ, അതായിരുന്നു കംപ്ലൈൻറ്റ്. ഇത് ബോർഡ് റെഡി ആക്കിയിട്ടുണ്ട്, പ്ലസ് ഇത് കണക്ടർ മാറ്റണം, അല്ലെങ്കിൽ അഡാപ്റ്റർ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത് കണ്ട കണ്ടീഷനിൽ ഇതിൻ്റെ കണക്ടറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് DC കണക്ടറൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലായത് ഏസറിൻ്റെ കമ്പനിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് കസ്റ്റമറെ കംപ്ലൈൻറ്റ് ഒരിക്കലും ഇത് വരില്ല, ചാൻസ് കുറവാണ്. പക്ഷേ ഇത് വേറെ നോക്കുന്ന സമയത്ത് ഇത് ലിനോവയാണ്. ലിനോവൻ്റെ ഈ കണക്ടറിൽ ഇതിൽ കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ DCൻ്റെ കണക്ടർ തന്നെയാണ്. ഇത് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും കണ്ടില്ലേ ഇതേമായി തന്നെ ഫുള്ളായിട്ട്, അതും ഈ പറയുന്ന മാതിരി തന്നെ ആ ഒരു ആർക്കിംഗ് ആണ്. ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്ക് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് ഉണ്ട്, ഈ കവറിങ് അത് ഉരുകയാണ് ചെയ്യുന്നത്. ഉരുകിയതിൻ്റെ ശേഷം പിന്നെ ഇതിൻ്റെ ഗേസ് ഉണ്ട്. ഗേസ് ഞാൻ കാണിക്കാം. ഈ ഒരു സൈഡിൽ ഗേസ് കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ ഗേസ് ചെറിയ രീതിയിൽ ബൾജായിരിക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേമായി തന്നെ ഈ ഒരു സൈഡിൽ ബൾജായിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ ഇത് ലോക്കൽ അഡാപ്റ്റർ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് ചാൻസ് കൂടുതലാണ്. ആർക്കിങ് അഥവാ ഇതിൻ്റെ കറക്റ്റ് സീറ്റ് ആയിട്ട് കിട്ടൂല, സീറ്റിങ്ങിൽ ആർക്കിങ് വരാൻ ചാൻസ് കൂടുതലായെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്സ് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.